പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സദ്യകൾ പലവട്ടമാണ് അല്ലേ? നമ്മൾ ഈ തെക്കൻ കേരളക്കാരെയൊക്കെ സംബന്ധിച്ച് സദ്യ രാവിലെ അല്ല, ഉച്ചയ്ക്കാണല്ലോ സദ്യ. നമ്മുടെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ തുടങ്ങി ആ സദ്യ, ആ കറികളൊക്കെ കൂട്ടിയുള്ള ഒരു ഊണ് അല്ലേ? അതിൽ നമുക്കൊരു നോൺ വെജ് വിഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. തെക്കൻ കേരളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ മലബാറിലോട്ട് പോയാൽ ഈ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് നോൺ വെജ്. ഒരല്പം മീനോ ഇറച്ചിയോ ഇല്ലാതെ ഒരു സദ്യ മലബാറുകാർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ ഓഫീസിൽ തന്നെ ഒത്തിരി മലബാറുകാരുണ്ട്. അപ്പോൾ ഈ മലബാറുകാരൊക്കെയും പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ഓണസദ്യ വിശേഷങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്, കോഴിക്കോട് നിന്ന്. സോനേട്ടാ, എന്തായി ഓണാഘോഷമൊക്കെ? എന്തായി? ആഘോഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അത് അകത്ത് ചേച്ചി അമ്മയൊക്കെ കുക്കിങ്ങിലാണ്. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പ് അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. ഓണാഘോഷം പൊളിക്കുന്നുണ്ട്. എല്ലാരും വരണോ? ഇനിയും വരാണ്ടോ? ഇനിയും കുറെ ആൾക്കാര് വരാണ്ട്. അത് കഴിഞ്ഞിട്ട് വേണോ സദ്യ ഒക്കെ തിന്നാന്. കുഴപ്പമില്ല, രസമായിരുന്നോ? അടിപൊളിയായിരുന്നു സ്കൂളിലൊക്കെ. ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ പൊളിച്ചോണ്ടിരിക്കുകയാണ്. മാസികമായിട്ട് എല്ലാം പൊളിക്കുക, അടിപൊളിയാക്കാണ്ട്. അടിപൊളിയാണ്. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതാ സോനുചേട്ടന്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ വലിയ വിപുലമായിട്ടുള്ള ഓണാഘോഷമാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ സദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയം അത് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിനായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം സോനുചേട്ടൻ നമുക്കേ നേരെ അങ്ങോട്ട് അടുക്കളയിലോട്ട് പോയാലോ? അതായിരിക്കുമല്ലോ നല്ലത്. അടുക്കളയിലെല്ലാം റെഡിയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മലബാറുകാരുടെ ഓണസദ്യയിൽ നോൺ വെജും കൂടി ഉണ്ടോ എന്നൊരു സംശയം ഇങ്ങനെ കേരളത്തിൽ മൊത്തം ഉണ്ട്. അപ്പൊ ആ സംശയം നമുക്കിന്ന് തീർത്തു കൊടുക്കണം. ശരിക്കും നമുക്ക് ഈ സദ്യയിൽ നോൺ വെജ് ഉണ്ടോ? ശരിക്കും ഇല്ല. പക്ഷെ മലബാറുകാർക്ക് ഓണത്തിന്റെ കൂടെ ചിക്കനും മീനും ഒക്കെ മസ്റ്റായിട്ട് മാറിയിരിക്കുന്നു. ഇല്ലാണ്ട് പറ്റൂല എന്നാണോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ പൊരിച്ചിട്ടുണ്ട്, മീൻ പൊരിക്കാൻ കിടക്കുന്നു. മൊത്തത്തിലൊരു അവിയൽ സദ്യയാണ്. അതായത് വെജും നോൺ വെജും ചേർന്നിട്ടുള്ള ഒരു അവിയൽ സദ്യയാണ്. ഇതാണ് മിക്കവാറും മലബാറിലെ പല വീടുകളിലും ഈ നിലയ്ക്കൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഓണസദ്യ ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലൊരു സദ്യയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കുട്ടനാടൻ പൂഞ്ചയിലെ തിത്തേ തകതേതേതോ, കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താര തെയ്തോ, കൊട്ടു വേണം കുഴൽ വേണം കുറവ വേണം, ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതേതേതോ, ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതേതേതോ. അപ്പോൾ ഇതാണ് മലബാറി ഓണസദ്യ. അച്ചാറ്, പപ്പടം, അവിയൽ, തോരൻ, ഇതോടൊപ്പം തന്നെ ഒരല്പം മീന്, ഒരല്പം ഇറച്ചി, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള കുറച്ച് നോൺ വെജും കുറച്ചധികം പച്ചക്കറികളും ഒക്കെ ഉള്ള ഒരു ഓണസദ്യ. ഇതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടൊന്നും അല്ല കേട്ടോ ഇത്തരത്തിൽ ഓണസദ്യയോടൊപ്പം ഈ നോൺ വെജ് കൂടി കഴിക്കുന്നത്. ഇതൊരു ശീലത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അത് മാറ്റാൻ പറ്റാത്തവരുണ്ടാവും, മാറ്റുന്നവരുണ്ടാവും. അപ്പോൾ പലതരത്തിൽ ഈ ഓണത്തെ ആഘോഷിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഈ ഒരു ആഘോഷത്തോടൊപ്പം നമ്മളും ചേരുകയാണ്. അതീന്ദർ ജിത്തുവിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.